ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡിന്റെ മൂന്നാം തരംഗം എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലകളിലെല്ലാം തന്നെ ഏകദേശം 50% അടുത്താണ് TPR റേഷ്യോ വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒമിക്രോൺ കോവിഡിന്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം. മാത്രമല്ല, വീടുകൾ തന്നെ ഈ കോവിഡ് രോഗം ബാധിച്ച് ഐസൊലേഷനിൽ കഴിയുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അവരെ പരിചരിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വിശദീകരിക്കാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു അറിവുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. കോവിഡിന്റെ ഏറ്റവും പുതിയ ഈ ഒമിക്രോണിന്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ മുൻപ് ഡെൽറ്റ തരംഗത്തിൽ, അതായത് രണ്ടാം തരംഗത്തിലോ ഒന്നാം തരംഗത്തിലോ വന്നതുപോലെ ശ്വാസകോശ പ്രശ്നങ്ങളോ മണം അറിയാനുള്ള ബുദ്ധിമുട്ടോ രുചി അറിയാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ കഴുത്തിന്റെ മുകളിലത്തെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒമിക്രോൺ വൈറസ് ബാധിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ പനി ഉണ്ടാവാം, മൂക്കൊലിപ്പുണ്ടാവാം, തലവേദന ഉണ്ടാവാം, നമുക്ക് സൈനസിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടും, ശക്തിയായ തൊണ്ടവേദന. നമ്മൾ വാ തുറന്ന് നോക്കുന്ന സമയത്ത് തൊണ്ട നല്ല ചുമന്ന് തുടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തൊണ്ടയിൽ പഴുപ്പോ ഒരുപക്ഷെ കണ്ടുവന്നു വരാം. ഇത്രയുമാണ് ഈ ഒമിക്രോണിന്റെ കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ. ചുരുക്കം ചില ആൾക്കാരിൽ മാത്രമേ ഇത് ചുമയിലേക്കോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളിലേക്കോ പോകാറുള്ളൂ. സാധാരണ കോവിഡിന്റെ തരംഗത്തിൽ, കോവിഡ് ബാധയിൽ വരുന്നത് പോലെ ഓക്സിജൻ കുറയുകയോ ഇല്ലെങ്കിൽ ശ്വാസകോശത്തിനെ കടുത്ത രീതിക്ക് ബാധിക്കുകയോ ഒന്നും തന്നെ ഈ ഒമിക്രോൺ ബാധയിൽ കാര്യമായിട്ട് കണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗബാധയുള്ളതിൽ 99% പേരും വീടുകൾ തന്നെ കഴിഞ്ഞാൽ മതി. വീടുകളിൽ കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒമിക്രോൺ രോഗബാധയുള്ളവർ വീടിനകത്ത് ഒരു മുറിയിൽ തന്നെ അടച്ചിരിക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര അവർ വീട്ടിലെ മറ്റുള്ളവരുമായി അധികം ബന്ധപ്പെടാതിരിക്കുക. കാരണം വീട്ടിൽ ഒരുപക്ഷെ വയസ്സായ ആൾക്കാരുണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് പലവിധ രോഗങ്ങളുള്ളവരുണ്ടാവും, കിടപ്പിലായവരുണ്ടാവാം, സ്ട്രോക്ക് പോലെ അല്ലെങ്കിൽ ഹൃദ്രോഗം ബാധിച്ചവർ, അവയവമാറ്റ ശസ്ത്രക്രിയ ചെയ്തവരൊക്കെ ഉണ്ടാകാം. അവർക്കോ ഇല്ലെങ്കിൽ ക്യാൻസർ രോഗബാധിതർക്കോ അല്ലെങ്കിൽ കീമോതെറാപ്പി പോലുള്ള മറ്റു രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർക്കോ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവരോ ഒന്നും തന്നെ കഴിയുന്നത്ര ഈ ഒമിക്രോൺ കോവിഡ് ബാധിച്ചവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക. കാരണം ഇത്തരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് ഈ കോവിഡ് രോഗം ബാധിച്ചാൽ മാത്രമേ അത് ഗുരുതരമാകുന്ന ഒരു അവസ്ഥയിലേക്കുള്ളൂ. മറ്റുള്ളവർക്കൊന്നും തന്നെ ഇത് വളരെ കടുത്ത രീതിക്ക് വരാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കാണും, അതോടൊപ്പം നമുക്ക് കടുത്ത ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ചിലർക്ക് ഒരു 103 ഡിഗ്രി പനി കണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം ഒമിക്രോൺ ബാധിച്ചാൽ 103 ഡിഗ്രി പനി, ക്ഷീണം, തൊണ്ടവേദന, ചിലപ്പോൾ ഛർദ്ദിൽ ഇവ കണ്ടുവന്നു വരാം. രണ്ടാം തരംഗത്തിൽ കണ്ടതുപോലെ വയറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ ലൂസ് മോഷനോ വയറിളക്കമോ ഒന്നും തന്നെ ഈ ഒമിക്രോൺ ബാധയിൽ കാര്യമായിട്ട് കണ്ടുവരുന്നില്ല. ഇനി ഈ ഒമിക്രോൺ ബാധിച്ച് വീട്ടിൽ കഴിയുന്നവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് അധികം എണ്ണ ചേർക്കാതെ, അധികം മസാല, അധികം എരിവ് ചേർക്കാത്ത രീതിക്കുള്ള എല്ലാ ഭക്ഷണങ്ങളും അവർക്ക് വീട്ടിൽ കഴിക്കാവുന്നതാണ്. കഴിയുന്നത്ര ബേക്കറി ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് ചേർത്തുള്ള ഭക്ഷണങ്ങളോ എല്ലാം ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. കുട്ടികൾക്ക് സാധാരണ ബിസ്ക്കറ്റ് അവർക്ക് ഇഷ്ട ഭക്ഷണമായിട്ട് നൽകാറുണ്ട്. എന്നാൽ ഈ കോവിഡ് രോഗം ബാധിച്ച കുട്ടികൾക്കോ മുതിർന്നവർക്കോ ബിസ്ക്കറ്റ് അധികം നൽകാതിരിക്കുക. കാരണം ബിസ്ക്കറ്റിനകത്ത് ഉയർന്ന അളവിൽ ട്രാൻസ് ഫാറ്റും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇവ കഴിയുന്നത്ര ഒഴിവാക്കുക. എപ്പോഴും നല്ലത് വീട്ടിലുണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ഭക്ഷണമാണ്. നിങ്ങൾക്ക് പനിയും തൊണ്ടവേദനയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിയും പയറും, കഞ്ഞി എന്ന് പറയുമ്പോൾ നിങ്ങൾ ധാരാളം വെള്ളത്തിനകത്ത് 1 കപ്പ് അരി ഇട്ടിട്ട് ഉള്ള കഞ്ഞിയും അതിനകത്ത് ഈക്വൽ എമൗണ്ട് പയർ, അതായത് എത്രയാണോ നിങ്ങൾ അരി എടുത്തത് അത്ര എമൗണ്ട് തന്നെ പയറും ചേർത്തിട്ട് നിങ്ങൾ കഞ്ഞിയാക്കി കഴിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കിട്ടും. സുഖമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. കോവിഡിന്റെ രണ്ടാം തരംഗത്തിലും ഒന്നാം തരംഗത്തിലും കണ്ടതുപോലെ ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ വ്യാപകമായിട്ട് ഈ ഒമിക്രോൺ ബാധയിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് റെസ്റ്റ് എടുക്കുക, ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കഴിയുന്നത്ര, നിങ്ങൾക്ക് തൊണ്ടവേദനയോ മൂക്കടപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ധാരാളമായിട്ട് കുടിക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ആവി പിടിക്കുന്നത് നല്ലതാണ്. ആവി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ഒരല്പം മഞ്ഞളിന്റെ പൊടി ഇട്ടിട്ടോ ആവി പിടിക്കുന്നത് നല്ലതാണ്. സൈനസിനകത്തുള്ള കഫം ഇളകിപ്പോകാനായിട്ട് സഹായിക്കും. ചിലർക്ക് ഈ ഒമിക്രോൺ ബാധയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശക്തമായിട്ടുള്ള തൊണ്ടവേദന പറഞ്ഞു വരുന്നുണ്ട്. തൊണ്ടവേദന കാര്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ തൊണ്ടവേദനയ്ക്ക് ചെയ്യുന്നത് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന തൊണ്ടവേദന ഒരു ഉപ്പിട്ട് ഗാർഗിൾ ചെയ്താൽ കുറയണമെന്നില്ല.
ഇത്തരക്കാർ ചെയ്യേണ്ടത്, നിങ്ങൾ അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ ചാറില്ലേ, ഇഞ്ചി ചേർത്ത് ചാറെടുത്തത് 1 സ്പൂൺ ഒഴിച്ചിട്ട് അത് വെച്ച് ഗാർഗിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒമിക്രോൺ ബാധയുടെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള തൊണ്ടവേദന പെട്ടെന്ന് കുറയുന്നത് കാണാം. ഇത് ദിവസത്തിൽ 2 or 3 തവണ നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാവുന്നതാണ്. കഴിയുന്നത്ര സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒറ്റമൂലി കൂട്ടുകൾ ഈ ഒമിക്രോൺ തരംഗത്തിൽ നിങ്ങൾ ദയവായിട്ട് ഉപയോഗിക്കാതിരിക്കുക. രണ്ടാം തരംഗത്തിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലവിധ ഒറ്റമൂലികൾ, ഇഞ്ചിയും നാരങ്ങയും കുരുമുളകും എല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് വയറ് വല്ലാണ്ട് അപ്സെറ്റായി വയറിനകത്ത് ഇൻഫെക്ഷനായ ഒരുപാട് കേസുകൾ കഴിഞ്ഞ കോവിഡ് തരംഗത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒറ്റമൂലിക്കൂട്ടിൻ്റെയും ആവശ്യം നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. സിമ്പിളായിട്ട് റെസ്റ്റ് എടുത്താൽ തന്നെ, ധാരാളം ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ രോഗം മാറുന്നത് കാണാം. മാത്രമല്ല, കോവിഡ് രോഗം നിങ്ങൾക്ക് കോവിഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സെപ്പറേറ്റ് ഒരു മുറിയിൽ കിടക്കുക. നിങ്ങൾ സെപ്പറേറ്റായിട്ട് ആ മുറിയിൽ തന്നെ ഒരു ബാത്റൂം ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീട്ടിലെ മറ്റുള്ളവർ ആ റൂമിലേക്ക് കഴിയുന്നത്ര കയറാതിരിക്കുക. റൂമിൽ നിന്നും ഹാളിലേക്കുള്ള വാതിൽ നിങ്ങൾ അടച്ചിരിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, നിങ്ങളുടെ മുറിയുടെ ജനലുകൾ നിങ്ങൾ തുറന്നിടുന്നത്, മുറിയിലേക്ക് വായു സഞ്ചാരം കിട്ടുന്നത് തന്നെയാണ് നല്ലത്. വളരെ ഇടുങ്ങിയ ഭാഗത്ത്, അതായത് നിങ്ങളുടെ ജനൽ തുറക്കുമ്പോൾ 1.5 മീറ്ററിന്റെ അപ്പുറത്താണ് അടുത്ത വീട് എങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ വീടിനോട് ചേർന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത വീടെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ജനൽ കഴിയുന്നത്ര തുറന്നിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു പാത്രവും ഗ്ലാസും നിങ്ങൾ അവിടെ തന്നെ വച്ചിരിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതായത് നിങ്ങൾക്ക് വീട്ടുകാർ കൊണ്ടുവരുന്ന ഭക്ഷണം അവരെ മുറിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കരുത്. മുറിയുടെ വാതിൽ തന്നെ വച്ചിട്ട് പോകാൻ പറയുക. നിങ്ങൾ അത് വാങ്ങി കഴിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ സോപ്പിട്ട് കഴുകി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. മുറിയിൽ നിങ്ങൾ കഴിയുമ്പോൾ കഴിയുന്നത്ര ഒരു N95 മാസ്കോ, N95 ഇല്ല എങ്കിൽ നിങ്ങൾ ഡബിൾ മാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ മാസ്ക് ഉള്ളിൽ അണിയുക, ഒരു തുണി മാസ്ക് പുറമെ അണിയുക. ഇങ്ങനെ അണിഞ്ഞ് മുറിയിൽ കഴിയാനായിട്ട് ശ്രമിക്കുക. യാതൊരു കാരണവശാലും വീട്ടിലെ വയസ്സായവരായിട്ടോ കുട്ടികളായിട്ടോ ബന്ധപ്പെടാതിരിക്കുക. കാരണം പ്രിയപ്പെട്ടവർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പോലും ചെറിയ കുട്ടികൾ ഇതറിയാതെ മുറിയിലേക്ക് ഓടിക്കയറി വരാനും രോഗം മറ്റുള്ളവരിലേക്ക് പകരാനും കാരണമാകും. അതുകൊണ്ട് കുട്ടികളെ യാതൊരു കാരണവശാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ കോവിഡ് രോഗബാധയിൽ സമ്മതിക്കാതിരിക്കുക. മാത്രമല്ല, ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങളുടെ കൈകൾ നിങ്ങൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വെക്കുന്നത് നിങ്ങളിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നതിനെ തടയാനായിട്ട് സഹായിക്കും. മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന മാസ്ക് നിങ്ങൾ ഉപയോഗശേഷം അവ നശിപ്പിക്കാൻ ഉടൻ തന്നെ നിങ്ങൾ പുറത്തേക്ക് കളയേണ്ട കാര്യമില്ല. നിങ്ങൾ അവ ഒരു ബാഗിനകത്ത് അടച്ച് ഒരു 72 മണിക്കൂർ സൂക്ഷിക്കുക. 72 മണിക്കൂർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ മാസ്ക് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് അതിനകത്തുള്ള വൈറസുകൾ ചത്തുപോകും. അതിനുശേഷം അവയെ നിങ്ങൾ കൈയോടെ നശിപ്പിച്ച് കളയാൻ, അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നിങ്ങളുടെ മുറിയിൽ തന്നെ, നിങ്ങളുടെ ബാത്റൂമിൽ തന്നെ ഒരു ബക്കറ്റിനകത്ത് സോപ്പ് ലായനി ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് മുക്കി വെച്ചാൽ മതി. സോപ്പ് ലായനിയിൽ നമ്മൾ ഉപയോഗിച്ച കോവിഡ് രോഗിയുടെ വസ്ത്രങ്ങൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ അവയ്ക്കകത്തുള്ള വൈറസുകൾ നിർവീര്യമായി പോവും. അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുരക്ഷിതമായി കൊണ്ടുപോയി കഴുകി വെയിലത്തിട്ട് ഉണക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒമിക്രോൺ വൈറസിൽ നൽകുന്ന ചികിത്സയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് സേഫായിട്ട് പനിക്കുള്ള മരുന്നുകൾ വീട്ടിൽ തന്നെ കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ബന്ധപ്പെടുന്ന ഡോക്ടറോട് വിളിച്ചിട്ട് നിങ്ങൾ വേണ്ട ഉപദേശം സ്വീകരിച്ച് നിങ്ങൾ ആ മരുന്നുകൾ വാങ്ങി കഴിച്ചാൽ മതിയാകും. ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കുകളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്കുള്ള കനം കുറയാനായിട്ടുള്ള ആൻറ്റി അലർജിക് മരുന്നുകളോ പെയിൻ കില്ലറുകളോ സ്റ്റിറോയിഡ് മരുന്നുകളോ സ്വന്തമായിട്ട് വാങ്ങി കഴിക്കരുത്. അത് അപകടകരമാണ്. കാരണം ഈ ഒമിക്രോൺ രോഗത്തിന് കാര്യമായിട്ടുള്ള കടുത്ത മരുന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സിമ്പിൾ മെഡിസിൻസിൽ തന്നെ ഇത് പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, കോവിഡിൻ്റെ 2ാം തരംഗത്തിലെല്ലാം സാധാരണ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിന് ഉണ്ടാക്കുന്ന ആഘാതം തിരിച്ചറിയാനായിട്ട് പലവിധ ടെസ്റ്റുകൾ ചെയ്തിരുന്നു. ഡൈമർ, CRP പോലെ ഇൻഫെക്ഷൻസ് നോക്കുന്ന ടെസ്റ്റുകളുണ്ട്, ചെസ്റ്റിൻ്റെ എക്സ്റേ ഉണ്ട്, CT സ്കാൻ എല്ലാം ഉണ്ടായിരുന്നു. മുൻപത്തെ ഇത്തരം കേട്ടറിവുകൾ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ചികിത്സയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ സ്വന്തമായിട്ട് രോഗം ബാധിച്ചിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോൾ സ്വന്തമായിട്ട് ലാബുകളിൽ പോയി ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു രീതി, CT സ്കാൻ നോക്കുന്ന രീതിയൊന്നും ആവശ്യമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം രോഗം മാറുന്നതിന് മുമ്പ് പുറത്തിറങ്ങി നടന്നാൽ നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് ലാബുകളിൽ, രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഒമിക്രോൺ തരംഗത്തിന് മുൻപുള്ള തരംഗങ്ങളിൽ ഉണ്ടായതുപോലുള്ള ശ്വാസകോശ കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇത്തരം ഭയപ്പാടുകൾ വേണ്ട. നിങ്ങൾ സേഫായിട്ട്
വീട്ടിൽ കഴിഞ്ഞാൽ മതിയാകും, നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ടും കുറയും. ഇനി വീട്ടിൽ കഴിയുന്ന കോവിഡ് രോഗികളിൽ രോഗം കൂടുന്നുണ്ടോ, മൂർച്ഛിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ സ്വയം തിരിച്ചറിയാമെന്ന് വിശദീകരിക്കാം. കോവിഡ് രോഗമുള്ളവർ വീട്ടിൽ തന്നെ ഓക്സിമീറ്റർ, പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ നോക്കിയിരിക്കണം. ഓക്സിജൻ ലെവൽ നിങ്ങൾക്കൊരു 95-ന് താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കമഴ്ന്ന് കിടന്നിട്ട്, കട്ടിലിൽ കമഴ്ന്ന് കിടന്ന് നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു തലയണ വെച്ചതിന് ശേഷം നിങ്ങൾ ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ കഴിയുന്നത്ര ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. പതിയെ മാത്രം, അതായത് ഒരു 8 സെക്കൻഡ് കൊണ്ട് ക്രമേണ പുറത്തേക്ക് വിടുക. ഇത് തുടർച്ചയായിട്ട് ആവർത്തിച്ച് നോക്കി നിങ്ങളുടെ ഓക്സിജൻ പ്രഷർ ക്രമേണ കൂടി വരുന്നത് കാണാം. ഇനി നിങ്ങളുടെ ഈ ഓക്സിജൻ ലെവല് ഒരു 92-നും താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ആശുപത്രിയിലേക്ക് മാറാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പനിയുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ പൾസ്, നിങ്ങൾ കയ്യിൽ നോക്കുമ്പോൾ പൾസ് കാണാം, പൾസ് ഒരു 120-ന് മുകളിൽ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻഫെക്ഷൻ കൂടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറായിട്ട് ബന്ധപ്പെടേണ്ടത് ആവശ്യമാണ്. അതേപോലെ നിങ്ങളുടെ ശ്വാസഗതിയുടെ വേഗം, അതായത് സാധാരണ 1 മിനിറ്റിൽ നമ്മുടെ ശ്വാസം എടുക്കുന്ന വേഗം 1 മിനിറ്റിൽ ഏകദേശം 14 മുതൽ 16 വരെയാണ്. എന്നാൽ അത് ഒരു 25-ന് മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ വളരെ വേഗം ശ്വാസം എടുത്ത് വിടുന്നുണ്ട്. ശ്വാസം എടുത്ത് വിടുമ്പോൾ നെഞ്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലും നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ കോൺടാക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത്തരം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ആവശ്യത്തിന് ബോധമുണ്ട്, പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഡോക്ടർമാരെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വീടുകളിൽ തന്നെ സേഫായിട്ട് കഴിഞ്ഞാൽ മതിയാകും. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് 7 ദിവസമാണ് ഈ കോവിഡ് രോഗം ബാധിച്ച് പോസിറ്റീവായ ദിവസം മുതൽ 7 ദിവസമാണ് നമ്മൾ ക്വാറന്റൈൻ കഴിയേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുകയോ ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം. വീട്ടിൽ കോവിഡ് രോഗം ബാധിച്ച ഒരാളുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരും കഴിയുന്നത്ര പുറത്തേക്ക് പോകാതെ ഈ ഒരു രോഗ പീരീഡ് കഴിയുന്നവരെ ഹോം ഐസൊലേഷനിൽ തുടരേണ്ടത് ആവശ്യമാണ്. കോവിഡിൻ്റെ ഒമിക്രോൺ ഈ 3ാം തരംഗത്തിൽ വീടുകൾ കഴിയുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഒട്ടും ഭയപ്പെടാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ കോവിഡിൻ്റെ 3ാം തരംഗവും സേഫായിട്ട് കടന്നു പോകും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് പരമാവധി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക. കോവിഡിൻ്റെ ഈ ഒരു സമയത്ത് ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും അത്യാവശ്യമാണ്. കോവിഡിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.